നമസ്കാരം, എല്ലാവർക്കും ആർദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾക്കൊക്കെ പരിചയമുള്ള മാഗി നൂഡിൽസ് കൊണ്ടുള്ള ഒരു കിടിലം കാരാമൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റു പായസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി മാഗിയുടെ 2 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഏത് നൂഡിൽസ് വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കാം. 2 മിനിറ്റ്സ് നൂഡിൽ എടുക്കുകയാണെങ്കിൽ വേഗം വെന്ത് വരും. അല്ലാത്ത നൂഡിൽസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി വേവിക്കേണ്ടി വരും. ഈ നൂഡിൽസിനെയൊക്കെ ഞാൻ ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അധികം വലിയ പീസ് ആവണ്ട, ഈ ഒരു വലിപ്പത്തിലുള്ള പീസ് മതിയാവും. ഇനി ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ നൂഡിൽസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേഗം തന്നെ കളറൊക്കെ മാറി തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലെടുക്കുക. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാനിലെ നെയ്യ് ഒഴിവാക്കി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അധികം മധുരം വേണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കണ്ട, ഇത് വേഗം തന്നെ അലിഞ്ഞു തുടങ്ങും. ഇപ്പോൾ ഇത് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാറിക്കിടക്കുന്ന പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അലിഞ്ഞ് കളറൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി മാറിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇതിലേക്ക് നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡോ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കോ ഏതായാലും മതി. ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേഗം തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ മതി. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായിരിക്കുന്നു. ഈ ഒരു പരുവം മതി. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 1 ലിറ്റർ മിൽമ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാൽ ചൂടാക്കി വെക്കണം. 1 ലിറ്റർ പാലിൻ്റെ 1/4 ഭാഗം മാത്രമേ ഈ നേരത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ ചൂടോടെ വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കുക. തണുത്ത പാലാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ഈ കാരാമൽ വലിയ കട്ടയായി പോവും. അത് പിന്നെ അലിയിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചൂടോടുകൂടി പാൽ ഒഴിക്കണം എന്ന് പറയുന്നത്. ഇത് നന്നായി ഇളക്കി ഈ ചെറിയ കട്ടകളൊക്കെ നമുക്ക് അലിയിച്ചെടുക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ലേശം ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇപ്പോൾ എല്ലാ കഷ്ണവും നന്നായി അലിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, ബാക്കിയുള്ള പാലും കൂടി ഒഴിക്കുക. അതിനുശേഷവും വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. 3/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേഗം തന്നെ നൂഡിൽസൊക്കെ വെന്ത് വരും. ഇപ്പോൾ നൂഡിൽസൊക്കെ അടിയിലാണ്. വേവുമ്പോൾ നൂഡിൽസൊക്കെ മുകളിലേക്ക് വന്ന് തുടങ്ങും. ഇപ്പോൾ ഏതാണ്ട് പകുതി വേവായിരിക്കുന്നു. ഇളക്കി കൊടുക്കാം. ഇതിനൊരു നല്ല കളറും മണവും ഒക്കെ ഉണ്ട്. വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് കളർ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നൂഡിൽസൊക്കെ വെന്തോ എന്ന് നമുക്ക് നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നൂഡിൽസൊക്കെ മുകളിലായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല. ഇതിന് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിക്കുക. ഒരു പകുതി മൂപ്പാവുമ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും മൂത്ത് വന്നിട്ടുണ്ട്. ഇവ ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ന്യൂഡിൽസ് കാരാമൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് തിരക്കിനിടയിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ പായസം റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.